പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. കപ്പലിൽ 180 പേർ ഉണ്ടായിരുന്നു എന്ന വിവരം. ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരം കുറയ്ക്കാനുള്ള പ്രമേയം തള്ളി അമേരിക്കൻ സെനറ്റ്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടത് 47-നെതിരെ 53 വോട്ടുകൾക്ക്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ CPM സംസ്ഥാന സമിതി ഇന്ന് സെക്രട്ടേറിയറ്റിൽ ധാരണയായ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. G. സുധാകരന്റെ നിലപാട് ചർച്ചയാകും. പാലക്കാട്ടെ CPM വിമത കൺവെൻഷനിൽ PK ശശി പങ്കെടുക്കും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. SSLC പരീക്ഷ രാവിലെയും ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവും. 3031 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജം. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ പരീക്ഷയില്ല. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. T20 ലോകകപ്പിന്റെ രണ്ടാം സെമിയിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം. മത്സരം രാത്രി 7 മണി മുതൽ മുംബൈ. ഒന്നാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ഫൈനലിൽ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ഒരറ്റത്തു കൂടി നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ CPMന്റെ നിർണായക സംസ്ഥാന സമിതി യോഗം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും നിയമസഭാ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെയാണ് പ്രധാന അജണ്ട. സെക്രട്ടേറിയറ്റിൽ ധാരണയായ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. KK ശൈലജയുടെയും PK ശ്യാമളയുടെയും സ്ഥാനാർത്ഥിത്വം സംസ്ഥാന സമിതിയിലും ചർച്ചയായേക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നിർണായക യോഗം എന്ന് തന്നെ പറയണം. കാരണം ആരെയൊക്കെ തള്ളും, ആരെയൊക്കെ കൊള്ളും, ഏതൊക്കെ ടേം വ്യവസ്ഥകൾ പാലിക്കപ്പെടും എന്നുള്ളതൊക്കെ ഇന്നറിയാമല്ലേ? തീർച്ചയായും ഷൃജ, CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുകൊണ്ട് നിർണായക ചർച്ച ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് അടക്കമാണ് ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ, അതിൻ്റെ റിപ്പോർട്ടുകളടക്കം ഇന്ന് സംസ്ഥാന സമിതിയിൽ വെച്ചുകൊണ്ട് അതിന് അനുമതി നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ സംസ്ഥാന സമിതിയിൽ നിർണായക ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് എന്നതാണ്. അതിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ ലിസ്റ്റുകളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. ആ മാറ്റങ്ങൾ വരുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 2-3 ജില്ലകളുടെ കാര്യത്തിലാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയത്. അത് കണ്ണൂരും പാലക്കാടും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള ജില്ലകളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രധാന മാറ്റങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ ലിസ്റ്റിൽ നിന്നുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അത് തന്നെ ഏറെ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പേരാവൂരിൽ KK ശൈലജയുടെയും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെയും ഈ 2 പേരുടെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, അത് അക്കാര്യത്തിൽ ഏറെ വിയോജിപ്പുകളടക്കം ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളടക്കം നൽകിയിരുന്നു. ആ വിശദീകരണത്തിലൊക്കെയും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ, നേരത്തെ ശ്രീജൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ കൊള്ളാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ തള്ളാനുമുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പാർട്ടിക്കുള്ളിൽ നിരവധി പൊട്ടിത്തെറികൾ ഇതിനോടകം തന്നെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം കൂടി ചേരുന്നത്. ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിലും MA ബേബി അടക്കമുള്ള ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളാണ് പങ്കെടുക്കുന്നത്. MA ബേബിയും ഇതിൽ പങ്കെടുക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയം തന്നെ ആണ് ചർച്ചയായി വരിക എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതേ സമയത്ത് തന്നെ മറ്റു കാര്യങ്ങൾ, പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഒപ്പം തന്നെ നേതാക്കൾ ഒക്കെയും തന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അവയൊക്കെയും പ്രധാന ചർച്ചയായി തന്നെ മാറും. ശ്രീജ. രജിത്ത്, അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് G. സുധാകരൻ്റെ ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യാൻ തന്നെയല്ലേ സാധ്യത? കാരണം അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ Facebook പോസ്റ്റൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അദ്ദേഹത്തെ മെരിക്കാനുള്ള ചർച്ചകൾ ഒരറ്റത്തു കൂടി നടക്കുന്നുമുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നും അറിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും വരും മണിക്കൂറുകൾ വളരെ സജീവമായിരിക്കും അല്ലേ?
ജി സുധാകരൻ പാർട്ടിയുമായുള്ള വിയോജിപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനം അടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അത് എന്തെല്ലാം നടപടികളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ പറയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയായിരിക്കും. അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നലെയാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇനി അംഗത്വം പുതുക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയതായി നമുക്ക് മനസ്സിലാകുന്നത്. അത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം അടക്കം ഇന്നുണ്ടാകും എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക, പാർട്ടിയുടെ മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇനി എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ കാര്യങ്ങൾ ഒക്കെയും ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. കാരണം പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് തന്നെയാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് തന്നെ പാർട്ടിക്കെതിരെ രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പാലക്കാട് വിമത നീക്കങ്ങളടക്കം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമത നീക്കങ്ങളടക്കം പാലക്കാട് നടക്കുന്നുണ്ട്. അവയൊക്കെയും പ്രധാന ചർച്ചയായി തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം നിർണായകമാണ് താനും. കാരണം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ പാർട്ടി ജില്ലാ ഘടകത്തിന് നൽകിയ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് നിർണായക ചർച്ചയാണ്. കാരണം ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ നേതൃത്വങ്ങൾ തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു മൂന്നാം ഭരണത്തിൻ്റെ തുടർച്ച തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന സർക്കാരിന് എത്രത്തോളം തിരിച്ചടിയാകും, ഒപ്പം തന്നെ പാർട്ടിക്ക് എത്രത്തോളം തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കൊള്ളാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ തള്ളാനുമുള്ള പാർട്ടിയുടെ ഈ തീരുമാനത്തിൽ നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വീണ്ടും ഉണ്ടാകുന്നു. അത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് അത് കൂടുതലായി പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ്. അത് പാർട്ടി എത്രത്തോളം ക്ഷീണം ഉണ്ടാക്കും, ഈ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾക്ക്, അതായത് മൂന്നാം ഭരണം എന്ന പാർട്ടിയുടെ ലക്ഷ്യത്തിന് അത് എത്രത്തോളം ക്ഷീണമുണ്ടാക്കുമെന്ന് പാർട്ടിക്ക് തന്നെ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു വിശദമായ ചർച്ചയിലൂടെ തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും സംസ്ഥാന സമിതി പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനം അടക്കം ഇന്നുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും ഒപ്പം തന്നെ അത് ഇന്ന് പാർട്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ശരി രജിത്ത്, എന്തായാലും രജിത്ത് സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ നിർണായക സംസ്ഥാന സമിതി തന്നെയാണ് ഇന്ന് ചേരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ഒക്കെയാണ് പ്രധാന അജണ്ടയെങ്കിലും നമുക്കറിയാം ജി സുധാകരൻ്റെ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്ന കാര്യങ്ങളിലടക്കം എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത്ത്. എന്തായാലും കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പര്യടനം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആണ്. ആര്യനാട് മണ്ഡലത്തിലാണ് പുതുയുഗ യാത്രയ്ക്കായി ഇന്ന് ആദ്യ സ്വീകരണം. തുടർന്ന് കാട്ടാക്കടയിലും കോവളം മണ്ഡലത്തിലെ ഉച്ചക്കടയിലും നെയ്യാറ്റിൻകരയിലും പാറശാല മണ്ഡലത്തിലെ വെള്ളറടയിലും സ്വീകരണം നൽകും. മറ്റന്നാൾ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന പരിപാടി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതും. ഗൾഫ് മേഖലയിൽ 633 കുട്ടികളും ലക്ഷദ്വീപിൽ 386 പേരും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് രാവിലെ 9:30 തുടക്കമാകുന്നത്. 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതും. ഗൾഫ് മേഖലയിൽ 633 കുട്ടികളും ലക്ഷദ്വീപിൽ 386 പേരും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരീക്ഷ ഈ മാസം 30 അവസാനിക്കും. ഏപ്രിൽ 7 ആരംഭിക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പുകൾ 28 പൂർത്തിയാകും. മെയ് 3 വാരം ഫലം പ്രഖ്യാപിക്കും. 3ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇന്ന് ആരംഭിക്കും.
27-ന് അവസാനിക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിച്ച 28-ന് അവസാനിക്കും. 4,11,025 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷയും 4,52,437 പേർ 2ാം വർഷ പരീക്ഷയും എഴുതും. 34,122 വിദ്യാർത്ഥികൾ 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതും. മൂല്യനിർണ്ണയം ഏപ്രിൽ 6-ന് ആരംഭിക്കും. മെയ് 22-നാണ് ഫലപ്രഖ്യാപനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 1ഉം 2ഉം വർഷങ്ങളിലായി 53,655 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്നത്തെ SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആശംസകൾ നേരുകയാണ്. നന്നായി പരീക്ഷ എഴുതട്ടെ, നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിവന്ന സമരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സർക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഒരാഴ്ചത്തേക്ക് സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്ന് KGM-CT അറിയിച്ചു. ശമ്പള പരിഷ്കരണത്തിലെ 18 മാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കാമെന്നും ബാക്കി 39 മാസത്തെ കുടിശ്ശിക നിയമപരമായ പരിശോധനകൾക്ക് ശേഷം നൽകാമെന്നും ചർച്ചയിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് സമരം നിർത്തിവെക്കുന്നത്. ഇന്നു മുതൽ അധ്യയനം, OP, ശസ്ത്രക്രിയകൾ എന്നിവ പുനരാരംഭിക്കും. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കണക്ക് സമർപ്പിക്കാൻ കോടതി നൽകിയ ഒരാഴ്ചത്തെ സമയം ഇന്നാണ് അവസാനിക്കുന്നത്. കണക്കുകളും അനുബന്ധ രേഖകളും ഹാജരാക്കണമെന്നാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ പറയുന്ന പോലെ വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും 3 ആഴ്ചത്തെ സമയം ചോദിച്ചു, അത് പറ്റില്ല, ഒരാഴ്ച മാത്രമേ പറ്റുള്ളൂ എന്ന് കോടതി പറയുകയാണ്. ആ സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഈ കണക്കുകൾ ഒപ്പം തന്നെ രേഖകളും ഹാജരാക്കണമെന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം, അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഏതായാലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ സാമ്പത്തിക ആരോപണങ്ങളിൽ അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാനായിട്ടാണ് ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി ഈ കണക്കുകളൊക്കെ എല്ലാം നോക്കിയിരുന്നത് സ്വകാര്യ ഓഡിറ്റ് സ്ഥാപനമായിട്ടുള്ള വിജയൻ അസോസിയേറ്റ്സ് ആയിരുന്നു. ഈ വിജയൻ അസോസിയേറ്റ്സിനെ കഴിഞ്ഞ ദിവസം ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നു. പ്രധാനമായിട്ടും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ബില്ലുകൾ, ഇതൊക്കെയെല്ലാം തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് 3 മാസം പിന്നിടുന്നു. എന്നാൽ ഇതുവരെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇതിൽ വലിയ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഈ കണക്ക് അവതരിപ്പിക്കാനായിട്ട് വൈകുന്നതിന് പിന്നിൽ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് 3 ആഴ്ച സമയം ആവശ്യപ്പെട്ടിരുന്നു ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ. എന്നാൽ ദേവസ്വം ബോർഡിന് ഒരാഴ്ച മാത്രം സമയം ആണ് ഹൈക്കോടതി അനുവദിച്ചത്. അതായത് ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ എന്തിന് ഇത്ര സമയം വേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഹൈക്കോടതി ചോദിച്ചത്. ഏതായാലും കോടികളുടെ ചെലവ് വരുന്നു. 7 കോടിയിലധികം രൂപയുടെ ചെലവാണ് ഇതിൽ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. എന്നാൽ കരാർ കമ്പനി അടക്കം പറഞ്ഞത്, കരാർ കമ്പനി ഇതിൽ 7 കോടിയുടെ ചെലവ് പറഞ്ഞിട്ട് പോലും ദേവസ്വം ബോർഡ് 4 കോടിയോളം രൂപ നൽകാൻ കഴിയുള്ളൂ എന്നൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനെയൊക്കെ തുടർന്നാണ് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നത്. ഏതായാലും ഈ ചിലവ് കണക്കുകൾ, ചിലവുകൾ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇനി ഏതായാലും ചെലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഈ പണം ലഭിച്ചിട്ടുണ്ട്, അതെങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തത തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഒരു ഹൈക്കോടതിയുടെ പരിശോധനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ ഓഡിറ്റ് കമ്പനിയായിട്ടുള്ള വിജയൻ അസോസിയേറ്റ്സ് ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ കോടതിയിൽ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. തീർച്ചയായും കിരൺ, എന്തായാലും ഈ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിൽ ചില അവ്യക്തതയുണ്ട്. അതിൽ വ്യക്തത വരുത്താൻ എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ കൃത്യമായ കണക്കുകൾ അവർ സമർപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും.
ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടക്കുന്നത്. അതിനിടെ ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുഖ്യ ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് പുറമെ ലെബനനിലും കനത്ത ബോംബാക്രമണമാണ് നടത്തുന്നത്. US മനുഷ്യാവകാശ സംഘടനയായ ഹരാനയുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് 1 ലക്ഷത്തിലേറെ ആളുകൾ ടെഹ്റാനിൽ നിന്ന് പലായനം ചെയ്തതായാണ് UN അഭയാർത്ഥി ഏജൻസി അറിയിച്ചത്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്കയുടെ അന്തർവാഹിനി തകർത്ത ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുങ്ങിയ കപ്പലിൽ നിന്ന് 32 പേരെ ലങ്കൻ നാവികസേന രക്ഷിച്ചിരുന്നു. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങിയ അമേരിക്കയുടെ അന്തർവാഹിനിയാണ് തകർത്തത്. അതിനിടെ ഗൾഫ് മേഖലയെ ഇറാൻ വീണ്ടും ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിലെ മുബാറക് അൽ കബീറിന് 30 നോട്ടിക്കൽ മൈൽ അകലെ ഡ്രോൺ ആക്രമണം നടന്നതായാണ് വിവരം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിനിടെ അമേരിക്ക ഇറാനുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിനോട് വിശദീകരണം തേടിയെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പ്രമേയമാണ് സെനറ്റ് വോട്ടിനിട്ട് തള്ളിയത്. 100 അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 52-നെതിരെ 47 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിഭാഗം അംഗങ്ങളും സ്വീകരിച്ചത്. പ്രമേയം പരാജയപ്പെട്ടതോടെ തടസ്സങ്ങളില്ലാതെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകാൻ ട്രംപിന് സാധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായഹസ്തവുമായി റഷ്യ ഇന്ത്യക്ക് 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എത്തിച്ചു നൽകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ തീരത്തിനടുത്തുള്ള കപ്പലുകളിലുള്ള എണ്ണ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇന്ത്യയിലെത്തും എന്നാണ് വിവരം. ഗ്യാസ് വിതരണത്തിലും റഷ്യൻ സഹായം ലഭിച്ചേക്കും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടതോടെയാണ് ഇന്ധന പ്രതിസന്ധി ഉണ്ടായത്. ഖത്തറിൽ നിന്നുള്ള LNG വിതരണം നിലച്ചതോടെ ഗ്യാസ് ക്ഷാമവും നേരിടുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം 50 ദിവസത്തെ ആവശ്യത്തിന് മാത്രമേ തികയുകയുള്ളൂ എന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിരുന്നു. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ശേഖരവും പരിമിതമാണ്. വയനാട് തുരങ്കപാതയുടെ ആദ്യഘട്ടമായ പാറ പൊട്ടിക്കൽ നാളെ തുടങ്ങും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർണായക ഘട്ടമായ പാറ പൊട്ടിക്കലാണ് നടക്കുന്നത്. ഈ സമയത്തെ അപകട സാധ്യത മുൻനിർത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100 പേർക്ക് മാത്രമാണ് സ്ഥലത്തേക്ക് പ്രവേശനമുള്ളത്. ആളുകളുടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ആളുകൾക്കും പാറ പൊട്ടിക്കൽ, അനുബന്ധ പരിപാടികൾ എന്നിവ കാണുന്നതിന് ആനക്കാംപൊയിൽ സ്കൂളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭ്യമായത് കഴിഞ്ഞയാഴ്ചയാണ്. നിലവിൽ ആനക്കാംപൊയിൽ ഭാഗത്ത് സമീപന റോഡ് പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മേപ്പാടി ഭാഗത്ത് പ്രവൃത്തി പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ പാലം പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. പാറ തുളയ്ക്കുന്നതിനുള്ള സാൽവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ റിഗർ എന്നു പേരുള്ള ഭീമൻ യന്ത്രം വയനാട്ടിലെത്തിയിട്ടുണ്ട്. തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് യന്ത്രങ്ങളുടെ ദൗത്യം. ഋഷികേശിൽ നിന്ന് റോഡ് മാർഗമാണ് യന്ത്രങ്ങൾ എത്തിച്ചത്. പിന്നീട് അനുബന്ധ പ്രവർത്തനങ്ങൾ, താൽക്കാലികമായ പാലം, ക്രഷർ യൂണിറ്റ്, അതുപോലെ ഫ്യുവൽ ടാങ്ക്, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പ് ഷെഡ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ടുള്ള ടണൽ ബ്ലാസ്റ്റിംഗ് ആരംഭിക്കുക, തുരങ്കം തുറക്കുന്ന പ്രവർത്തികൾ ആരംഭിക്കുന്നത്. ആനക്കാംപൊയിലിൽ നിന്ന് കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താൻ ഉതകുന്ന പാതയാണിത്. 4 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറയുന്നു. താമരശ്ശേരി ചുരത്തിന്റെ ബദലായാണ് 4 വരി തുരങ്കപാത. ചുരത്തിലെ സങ്കീർണമായ ഗതാഗത പ്രശ്നത്തിന് വലിയ അളവിൽ ആശ്വാസമാകുന്നതാണ് പദ്ധതി. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. എന്തായാലും കർഷകരുടെ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആ ഒരു വാർത്തയിലേക്ക്. പുഞ്ചകൃഷിയുടെ
കൊയ്ത്താരംഭിച്ചപ്പോൾ തന്നെ കിഴിവിൽ തട്ടി നെല്ല് സംഭരണം താളം തെറ്റുകയാണ്. എല്ലാ സീസണിലും കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി കിഴിവ് മാറിയതോടെ സർക്കാർ ശാശ്വത പരിഹാരം കാണുമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. പതിര് കൂടുതലുണ്ടാകുന്ന പാടങ്ങളിൽ കൃഷിക്ക് സർക്കാർ പ്രത്യേക സബ്സിഡി ഏർപ്പെടുത്തണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകാൻ വരും കാലങ്ങളിൽ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിതയ്ക്കുന്നത് ഒരേ ഇനം വിത്താണെങ്കിലും നെല്ലിൽ പതിര് കൂടുകയും കുറയുകയും ചെയ്യുന്നത് മണ്ണിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ്. ഇതിൽ കർഷകന് ഫലപ്രദമായി ഒന്നും ചെയ്യാനില്ല എന്നതാണ് വസ്തുത. നെൽകൃഷി മോശമാകുന്ന സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോ നിയമം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കരിനിലങ്ങളെ സർക്കാർ പ്രത്യേകം നോട്ടിഫൈ ചെയ്ത് കർഷകർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കൃഷിക്ക് പ്രത്യേക സബ്സിഡി നൽകണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ കാലാകാലങ്ങളായിട്ട് ഇതിന്റെ പേരിലുള്ള തർക്കവും കൊയ്ത്ത് കഴിഞ്ഞിട്ട് കർഷകൻ ഇങ്ങനെ ഇതിനു വേണ്ടി അങ്ങേയറ്റം നിസ്സഹായനായി നോക്കിയിരിക്കുന്ന അവസ്ഥയും പരിഹരിക്കാൻ സർക്കാരിനാണ് ഉത്തരവാദിത്വം. ഇത്തരം പ്രദേശങ്ങളെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ വരുന്ന കിഴിവ് അല്ലെങ്കിൽ അവിടെ വരുന്ന നെല്ലിന്റെ ഗുണമേന്മ കുറവ് സർക്കാർ കർഷകന് വേണ്ടി സബ്സിഡി ആയിട്ട് കൊടുത്തുകൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കണം. നിലവിൽ കിഴിവിന്റെ പേരിൽ ഉയരുന്ന തർക്കം കർഷകനെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പലയിടങ്ങളിലും കർഷകർ കൃഷി ഉപേക്ഷിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നെല്ലുവില സമയബന്ധിതമായി കിട്ടാത്തതുമാണെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഭരിക്കുന്ന സമയത്ത് തന്നെ കർഷകന് നെല്ലുവില ലഭ്യമാക്കാൻ ബജറ്റിൽ ഇതിനായി പ്രത്യേക തുക വകയിരുത്തുക മാത്രമാണ് പോംവഴിയെന്നും സംഘടനകൾ വ്യക്തമാക്കുന്നു. കാലങ്ങളായി ഉയർന്ന ആവശ്യമാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനായി ഒരു നീക്കവും നടത്തിയിട്ടില്ല. നമ്മൾ എത്രത്തോളം കൃഷി ചെയ്യുന്നുണ്ട്, ഒരു വർഷം ശരാശരി എത്ര നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയുണ്ട്. അതിനാവശ്യമായ ഫണ്ട് ഈ ബഡ്ജറ്റിൽ ഒരു കാർഷിക ബഡ്ജറ്റായിട്ട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അപ്പോൾ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറ്റണം. തർക്കങ്ങൾ ഒഴിവാക്കാനും സമയബന്ധിതമായി നെല്ലുവില നൽകാനുമായി സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുമെന്ന പ്രഖ്യാപനവും ഇനിയും നടപ്പായില്ല. അടുത്ത വിരിപ്പ് കൃഷി മുതലെങ്കിലും തർക്കങ്ങളില്ലാതെ സംഭരണം നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം. നല്ല തണുപ്പായിരുന്നു മൂന്നാറിൽ. പക്ഷേ കുളിര് പെയ്യുന്ന മൂന്നാറിൽ ഇപ്പോൾ പക്ഷേ പകൽ ചൂട് അതങ്ങനെ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇതോടെ എന്തായാലും തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാവരും ആശങ്കയിൽ തന്നെയാണ്. കാരണം അൾട്രാ വയലറ്റ് വികിരണത്തിൻ്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മഴ മാറി 2 മാസം പിന്നിട്ടതോടെ മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിലും വേനൽ കനക്കുകയാണ്. പകൽ ചൂട് വർദ്ധിക്കുന്നതാണ് കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായത്. അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഉയർന്ന പകൽ ചൂട് മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമെല്ലാം വെല്ലുവിളിയാവുകയാണ്. ഞങ്ങളിവിടെ പണിയുന്നത് ഭയങ്കര വെയിലത്താണ്. ഭയങ്കര വെയിൽ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും പണിയാതെ പിള്ളേരെ സ്കൂളിൽ വിടണം. പിന്നെ ആശുപത്രി ചെലവുണ്ട്, അല്ലാതെയും ചെലവുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. வெயில் ஜாஸ்தியாக இருக்குது மூணாரில். இப்போ கொடையெல்லாம் பிடிச்சிட்டு தான் நாங்கள் வேலை செய்கிறோம். நான் வேலை செய்யாமையும் இருக்க முடியாது. எங்களுக்கு வறுமை வீட்டில் பிள்ளைகள்லாம் இங்கே இல்லை, எங்ககிட்ட இல்லை. மூணாரில் வெயில் கூடுதல். எங்களுக்கு இந்த வேலை இல்லைன்னா வேறு வழி இல்லை. பிள்ளைகளை படிக்க வைக்கணும், ஆஸ்பத்திரிக்கு மாத்திரை மருந்து வாங்கணும். எங்களுக்கு ஏதாச்சும் பார்த்து ஏதாச்சும் செய்யுங்க. തണൽ ഒട്ടുമില്ലാത്തയിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത്. സൂര്യാതപം ഏൽക്കുമോ എന്ന ഭീതി തൊഴിലാളികൾക്കുണ്ട്. രാത്രിയിൽ അന്തരീക്ഷ താപനില താഴുകയും തണുപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പലപ്പോഴും അസഹനീയമായ ചൂടനുഭവപ്പെടുന്ന സ്ഥിതിയാണ് മൂന്നാറിൽ. അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും സൂര്യാതപത്തിനും കാരണമാകും. അമൃത ന്യൂസ്, ഇടുക്കി. മഞ്ചേശ്വരം നാരായണമംഗലത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച സുഭദ്രം ഭവന സമുച്ചയം കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് കൈമാറി. 24 കുടുംബങ്ങൾ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. രൂക്ഷമായ കടലാക്രമണം കാരണം വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുമ്പള കോയിപ്പാടി കടപ്പുറത്തെ കുടുംബങ്ങൾക്കും ലൈഫ് ഭൂരഹിത ഭവനരഹിത പട്ടികയിൽ ഉൾപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുമാണ് ഫ്ളാറ്റുകൾ കൈമാറിയത്. റവന്യൂ വകുപ്പ് ഫിഷറീസ് വകുപ്പിന് കൈമാറിയ നാരായണമംഗലത്തെ 2 ഏക്കർ ഭൂമിയിൽ 23 കോടി രൂപ ചിലവിലാണ് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുഭദ്രം ഭവന സമുച്ചയം നിർമ്മിച്ചത്. തീരദേശത്തെ വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിച്ച് കടലാക്രമണ ഭീതിയിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് ഇനി ആശ്വാസത്തോടെ കഴിയാം. ഹാളും 2 കിടപ്പുമുറികളും
അടുക്കളയും ടോയ്ലറ്റും ഉൾപ്പെടുന്ന സൗകര്യത്തോടെയാണ് ഭവന സമുച്ചയം ഒരുക്കിയിട്ടുള്ളത്. വരുന്ന മഴക്കാലത്തിന് മുൻപ് സുരക്ഷിതമായ താമസ സൗകര്യം ലഭിച്ചതിന്റെ സന്തോഷം നിർധന കുടുംബങ്ങൾ പങ്കുവെച്ചു. ഇവിടെ തന്നെ നോക്കിയെങ്കിൽ താമസം ഇവിടെ തന്നെ. കടലിന്റെ സ്രോതല്ലേ ഞങ്ങൾക്ക്, കടലിൽ വളക്കാൻ കുറച്ച് വീടൊക്കെ അവിടെ ചാപ്പന യുദ്ധമെല്ലാം ഉണ്ടായിട്ട് എല്ലാം നശിച്ചു പോയി. ഇപ്പൊ കുറച്ച് സന്തോഷമായി. എല്ലാ സ്ഥലവും പോയി, കടലിന്റെ കാര്യത്തിലുള്ള സ്ഥലമെല്ലാം പോയി. വീട്ടിൻ്റെ ഒരു തറവാട് വരുന്നുണ്ട് മീത്തെ ആടെ. വേറെ ഇടൊന്നും സ്ഥലവും വീടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ വീട് വന്നു വെച്ചാൽ കടൽ കയറി തന്നെ വലിയ തിര എത്തുന്നുണ്ട്. അവിടെ കടൽ തിരമല എത്തുന്നുണ്ട്. സാധാരണ ഞങ്ങൾ 1-2 വീട് പടിഞ്ഞാറുണ്ട്, ആത്തോളം എത്തുന്നു തിരമല. അങ്ങനെ കൊടുത്ത് ഇത് പഠിച്ചോ വിചാരിച്ചിട്ട് ഏതായാലും സർക്കാരിൻ്റെ നല്ലൊരു തീരുമാനം ഇങ്ങനെ നമ്മളിപ്പോഴത്തെ പാവങ്ങൾക്ക് നല്ല. സുഭദ്രം ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക ഒരു മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നതോടെ മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുക്കുമെന്നാണ് സൂചന. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്, സാമ്രാജ് ചൗധരി, വിജയ് കുമാർ സിൻഹ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയായി എന്നാണ് വിവരം. ഇന്ന് നിതീഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. ബീഹാർ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ നിതീഷ് കുമാർ തന്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. ബീഹാർ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ നിതീഷ് കുമാർ തന്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. ഈ മാസം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. NDA മുന്നണി വീണ്ടും അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് നിർണായകമായ മാറ്റം. നിതീഷ് കുമാറിന് കേന്ദ്ര മന്ത്രിസഭയിൽ നിർണായകമായ പദവി ലഭിച്ചേക്കും എന്നാണ് സൂചന. അതേസമയം നിതീഷ് കുമാറിന്റെ പിൻഗാമിയായി മകൻ നിഷാന്ത് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയായി എന്നാണ് വിവരം. ഏതു സാഹചര്യത്തിലാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭയിലേക്ക് ചുവടുമാറുന്നു എന്നതിൽ വ്യക്തതയില്ല. നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിയുകയാണെങ്കിൽ 89 MLA-മാരുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കും. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് ചേക്കേറുന്നതോടെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകും. നിതീഷിന്റെ ഈ നീക്കം ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി ബ്രൂസിന്റെ വിശേഷങ്ങളിലേക്കാണ്. ബ്രൂസ് ആരാണെന്നല്ലേ? വിരമിച്ചൊരു പോലീസ് നായയാണ്. ബ്രൂസ് തൻ്റെ ഉറ്റ സംരക്ഷകനായ രഞ്ജിത്തിൻ്റെ വീട്ടിലും ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിച്ച സ്നിഫർ ഡോഗ് നീലി എന്ന ബ്രൂസിനെ അഗതി മന്ദിരത്തിലേക്ക് വിട്ടു നൽകാതെ നിയമ നടപടികൾ പൂർത്തിയാക്കി സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ സ്വന്തം വീട്ടിലെ അംഗമാക്കിയത്. ബ്രൂസിൻ്റെ പുതിയ താമസ സ്ഥലത്തെ വിശേഷങ്ങളിലേക്ക്. കേരള പോലീസിലെ ആദ്യത്തെ നർക്കോട്ടിക് ഡോഗ് എന്ന ഖ്യാതിയോടെയാണ് ബ്രൂസ് വിരമിച്ചത്. 2015-ൽ വെറും 3 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയതാണ് രഞ്ജിത്തും ബ്രൂസും തമ്മിലുള്ള ബന്ധം. ഇടുക്കിയിലെ കൊടുങ്കാടുകളിലും കുമളിയിലെ ലഹരിത്താവളങ്ങളിലും ഇവർ ഒരുമിച്ച് നടത്തിയ വേട്ടകൾ നിരവധിയാണ്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ക്യാമ്പിലെ കൂട്ടിലുറങ്ങുന്ന ബ്രൂസിനെ പിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ രഞ്ജിത്തിന് പ്രയാസമായിരുന്നു. ഒടുവിൽ വിരമിക്കൽ കാലമെത്തിയപ്പോൾ അവളെ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാൻ മനസ്സനുവദിച്ചില്ല. ഞാൻ റിട്ടയർമെന്റ് സമയത്ത് ഡോഗിനെ കൂടെ കൂട്ടിൽ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അതുപ്രകാരം നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വലിയ കാലതാമസമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സേനയിലെ നായ്ക്കൾ വിരമിച്ചാൽ സാധാരണയായി അവയെ ഷെൽട്ടർ ഹോമുകളിലേക്കാണ് മാറ്റാറുള്ളത്. എന്നാൽ രഞ്ജിത്ത് നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക അനുമതി നൽകി. ഇന്ന് തൊടുപുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ ബ്രൂസ് ഒരു വിരുന്നുകാരിയല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. രഞ്ജിത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും ഒരുപോലെ ബ്രൂസിനെ നെഞ്ചേറ്റി കഴിഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ്. പിള്ളേരെപ്പോഴും ചോദിക്കും എന്നാ ഡോഗിനെ കൊണ്ടുവരണേ. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന് ഭാഷയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ. കാക്കിയഴിച്ച ബ്രൂസിന് ഇനി സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിശ്രമകാലം. അമൃത ന്യൂസ്,
ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് കേരളത്തിലെത്തും. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും കണ്ട് ചർച്ച നടത്തും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും ഒക്കെ കണ്ട് മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. 3 ദിവസത്തെ സന്ദർശന പരിപാടിയാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിലെത്തുന്ന ഗ്യാനേഷ് കുമാർ എറണാകുളം ശിവക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തും. നാളെയും മറ്റന്നാളുമായാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്, കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിലെല്ലാം ഒരു ഉണർവ് പ്രകടമായിട്ടുണ്ട്. ഇന്നലെ US വിപണികളിലും യൂറോപ്യൻ വിപണികളിലും ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിലും നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. എന്നാൽ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ വിപണിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. വിപണിയിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയും ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആ ഒരു ഏറ്റക്കുറച്ചിൽ വിപണിയിൽ പ്രകടമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ പ്രധാനം തന്നെയാണ്. ഇന്നലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 8,000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിപണിയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസവും അവർ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന നടത്തിയിരുന്നു. എന്നാൽ അത് പ്രതിരോധിക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ എന്ന ഭാഗത്തുനിന്നുള്ള ഉയർന്ന തോതിലുള്ള ഒരു നിക്ഷേപം തുടരുന്നുമുണ്ട്. ഇന്നലെ 12,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. എന്നാൽ ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നുള്ള വിൽപ്പന തുടരുക തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഈ രീതിയിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഓരോ താഴ്ചയും നിക്ഷേപകർ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുള്ളൊരു അവസരം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഓഹരികളിൽ നിക്ഷേപിച്ചുകൊണ്ട് ചെറിയ തോതിൽ നിക്ഷേപം ക്രമീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. 24,800 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആദ്യഘട്ടം എന്ന നിലയിൽ ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തുടർച്ചയായി ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. നന്ദി ശ്രീ ദിലീപ്. ആയിരത്തി 1977 കന്നിയംഗത്തിനിറങ്ങിയപ്പോൾ പോക്കറ്റിലുണ്ടായിരുന്നത് 5 രൂപ മാത്രം. ആരുടെയാണെന്നല്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് മുൻമന്ത്രിയും RJD നേതാവുമായ A. നീലലോഹിതദാസൻ നാടാർ. ഇന്ന് പഴയകാലത്തെ ഓട്ടോർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പഴയ മന്ത്രി ശ്രീ A. നീലലോഹിതദാസൻ നാടാറാണ്. ഒരു പ്രചരണവും തെരഞ്ഞെടുപ്പും ഒക്കെ ആ കാലയളവ് ഈ കാലയളവൊക്കെ എങ്ങനെയാണ് സാർ താരതമ്യം ചെയ്യുന്നത്? ഇപ്പോൾ കുറേയൊക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ പുതിയ പല ട്രെൻഡും പ്രചരണ രംഗത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനിതൊന്നും കൂടുതൽ കുലങ്കഷമായി പരിശോധിക്കാറില്ല. 1977 ആദ്യമായി ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് അടിയന്തരാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. രാജ്യത്തും കോൺഗ്രസിനകത്തും നഷ്ടപ്പെട്ട ജനാധിപത്യം വീണ്ടെടുക്കാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ തൊട്ട് തുടരെ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ബാബു ജഗജീവൻ റാവും കേന്ദ്രമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്നിട്ടുള്ള HN ബോഗ്നയും കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഉണ്ടാക്കി. അതിനോട് യോജിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് രാജിവെച്ച് പുറത്തു വന്ന CFDയോട് കോൺഗ്രസ് ഫോർ ഡെമോക്രസിയോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ച ഒരു AICC അംഗമായിരുന്നു ഞാൻ. അങ്ങനെ ആ തിരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ പോക്കറ്റിൽ വെറും 5 രൂപയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കുറേ ക്ലേശങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ പോയി. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ നിലനിന്ന സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ നിലകൊള്ളുന്നവരെ, അടിയന്തരാവസ്ഥക്കെതിരെ മത്സരിക്കുന്നവരെ, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നവരെ ഒക്കെ തന്നെ ലിസ്റ്റ് എടുത്ത് വെച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ അവരെയൊക്കെ ജയിലറകളിലേക്ക് കൊണ്ടുപോകും എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ പരിമിതമായ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഭവമായിരുന്നു.
അന്ന് ഈ കാൽനട യാത്രയായി നടന്ന് വീട് വീടാന്തരം കയറി നോട്ടീസൊക്കെ വിതരണം ചെയ്ത് മൈക്ക് അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തി, ജംഗ്ഷനിൽ കവലകളിൽ പ്രസംഗമൊക്കെ നടത്തി, അങ്ങനത്തെ ഒരു പ്രചരണമായിരുന്നു ആ കാലത്ത്. ആ സമയത്തുള്ള ആ ഒരു പ്രചരണ രീതി അതൊക്കെ എങ്ങനെയായിരുന്നു സാർ? വളരെ നല്ല പ്രചരണ രീതിയായിരുന്നു. ആ പ്രചരണ രീതി ഇന്നും അതേപോലെ തുടരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വോട്ടർമാർക്ക് തന്നെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും തമ്മിലുള്ള ആത്മബന്ധം കൂടുതലുണ്ടാവും. അങ്ങ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു വിവാദമുണ്ടായി, രാജിവെക്കേണ്ടി വന്നു. പീഡന കേസുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ പടിയിറങ്ങുന്നു. പക്ഷെ അതൊന്നുമല്ലാതെ പിന്നീട് താങ്കൾക്കത് പ്രചാരണത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ, ജനവിധിയിലൂടെ താങ്കൾക്ക് തെളിയിക്കാൻ പറ്റി. ആ സമയത്തൊരു പ്രചാരണം ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിയായിരുന്നു? അങ്ങനെ ഒരു വെല്ലുവിളിയായി ഞാൻ കണ്ടില്ല. ഞാൻ സാധാരണ എൻ്റെ ബാല്യവും എൻ്റെ യുവത്വവും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും കാണാനും മനസ്സിലാക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും അവസരം ലഭിച്ചുള്ള ജനങ്ങളുടെ ഇടയിൽ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. പിണറായി സർക്കാരിന്റെ ഭരണം തുടരുമോ അതോ സർക്കാർ മാറുമോ എന്ന കാര്യത്തിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ പ്രതികരിക്കുന്നു. നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഭരണ തുടർച്ചയെ ബാധിക്കുന്ന പല പാളിച്ചകളും സംഭവിച്ചതായി വോട്ടർമാർ പറയുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം പല കോണുകളിൽ ചായക്കടകളിലടക്കം ചൂടേറി വരികയാണ്. നമുക്ക് വോട്ടർമാരുടെ അഭിപ്രായം അറിയാം. ഈ ഭരണം തുടരുമോ മാറുമോ? കേൾക്കാൻ നമുക്ക് വോട്ടർമാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. ഈ ഭരണം തുടരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിലെത്തുമ്പോൾ ഇത് ഭരണത്തിന് ഇച്ചിരി പാളിച്ച വന്നിന്. പാളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തിലെ ഈ ഇത് നമ്മളെ മന്ത്രിയില്ലേ, ഏത് മന്ത്രി, ആരോഗ്യമന്ത്രിയുടെ ആ പ്രശ്നം തന്നെ ഇത് വഷളായി, കുറേ കൂടുതൽ വഷളായി. ഇപ്പോൾ അല്ലെങ്കിൽ ഇത് കുറച്ച് പിടിച്ചെടുക്കാൻ പറ്റണ്ടായിരുന്നു. എന്നാലും പൂർണ്ണതയിൽ വരാൻ വീണ്ടും വരുന്നല്ല പറഞ്ഞത്. എന്നാലും ഏകദേശം ഒപ്പിച്ച് പോകാൻ വരുന്നു. ഇപ്പോൾ ഈ ഇനിയത്തെ ഭരണത്തിൽ ബഹുഭൂരിപക്ഷത്തോട് കോൺഗ്രസ് ഭരിക്കൂട. ചെറിയ ഭരണമല്ല, നല്ല ഭൂരിപക്ഷത്തിൽ വഹിക്കും. പിന്നെ ഭരണത്തിൽ ഇപ്പോൾ നാടിൻ്റെ വികസനവും മറ്റേതെല്ലാം നോക്കുമ്പോൾ ഈ പെൻഷനെല്ലാം കിട്ടുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതല്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ പാളിച്ച് വന്നു, കുറേ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം. ഈ മുഖ്യമന്ത്രി മാറിയെങ്കിൽ ഭരണം എന്തായാലും കിട്ടുമായിരുന്നു. ഈ ഇന്നത്തെ മുഖ്യമന്ത്രി മാറിയെങ്കിൽ എന്തായാലും ഭരണം തുടർച്ചയായിട്ട് കിട്ടുമായിരുന്നു. മാറണമെന്നെല്ലാവരും വിചാരിക്കുന്നല്ലേ, അപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ആ ഒരു നോക്കുമ്പോൾ പൊതുവേലൊരു അന്തരീക്ഷത്തിൽ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നാൽ രണ്ട് ഇത് കഴിഞ്ഞില്ലേ, 2 ഘട്ടം കഴിഞ്ഞില്ലേ, മൂന്നാമത്തേലും ഇതിൻ്റെ ഒരു ചാൻസ് ഉണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ചിപ്പോൾ ആർക്കും കുറ്റം പറയേണ്ട ഒരു ഭരണമൊന്നുമല്ല. പിന്നെ ചെറിയ പോരായ്മകളും ചില ഇതെല്ലാം ഉണ്ടാവും. അത് പിന്നെ സാധാരണ ഒരു ഭരണത്തിനുണ്ടാകുന്നല്ല, എന്നും വലിയ വിഷയമല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൊരു ഇടതുപക്ഷ പ്രവർത്തനമാണ്, ചിന്തകനാണ്. അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് നമ്മളാഗ്രഹം ഇടതുപക്ഷം വീണ്ടും തുടരണമെന്നാണ്. അത് ആര് മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷം തുടരണം എന്നുള്ളതാണ് നമ്മളാഗ്രഹം. നല്ല അഭിപ്രായമാണ് നമ്മളെ സംബന്ധിച്ച്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം DA ഇപ്പം 3% ഈ മാസമുണ്ട്. ഏപ്രിലിൽ 10% വില കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഗവൺമെൻറ് പെൻഷൻകാരെയും വേറെ എല്ലാം വോട്ട് കിട്ടും തോന്നുന്നു, പറയാൻ പറ്റില്ല. വേറെ ഇതെല്ലാം നല്ല കാര്യമല്ലേ. ഇതിപ്പം മറ്റേ വേറെ വരണമുണ്ടെങ്കിൽ ഇങ്ങനത്തെ റോഡാവുക. ഏറ്റെടുത്തിട്ട് ഇത്ര അതെല്ലാം കുറേ കാര്യം നല്ലതുണ്ട്. കുറച്ച് മോശമുണ്ട്, കുറച്ച് നല്ലതുണ്ട്. ഏത് അത് പറയാൻ പറ്റില്ല. അത് ജനങ്ങളെ കൈമേലേ. ശബരിമല ഇതെല്ലാം ഇല്ലെല്ലാം കൊണ്ട് മറ്റ് വികസനമെല്ലാം ഉണ്ട്. സ്കൂള്, റോഡ്, പാലം എല്ലാം വികസനം തന്നെ. സാധ്യത കുറവാണ്. മൊത്തത്തിൽ ഭരണം മാറും, സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഇവിടെ ചാവടിക്കാൻ വരുന്ന അഭിപ്രായമല്ല അതാണ്. പല കാരണങ്ങളുണ്ട്. നല്ലതാരും പറയില്ല, മോശമല്ലേ പറയുന്നില്ലോ. അങ്ങനെയാണ് എല്ലാവരും അഭിപ്രായം. ഇവിടെ ചാവടിക്കാൻ വരുന്ന അഭിപ്രായം എങ്ങനെയാണ്? ജനങ്ങൾക്ക് എത്ര നല്ല കാര്യം ചെയ്താലും ഒരു തെറ്റ് ചെയ്താലും അതിൽ ആൾ കാണുമല്ലോ, അല്ലേ? അങ്ങനെയെല്ലാം ഉണ്ട്. ഓരോരാളെ ഓരോരോ ഇതായിരിക്കുമല്ലോ. മറന്നാണ് ഇവിടെ പല ആളെ അഭിപ്രായം എങ്ങനെയാണ്.
കണ്ടറിയാം. തുടരും. അത്രയും നല്ല പരിപാടിയെല്ലാം ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ട്. അതെല്ലാം മാസത്തോറും കിട്ടുന്നത് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ അതൊരു ആശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ കയ്യിലൊരു 5 പൈസ ഇല്ലാത്തവർക്ക് ഒരു 1000 രൂപ കിട്ടുമ്പോൾ മാസം തോറും കിട്ടുമ്പോൾ നല്ലൊരു കിട്ടി തുടങ്ങി. അപ്പോൾ അതെല്ലാം നല്ല കാര്യമാണ്. അതുപോലെ തന്നെ വീട്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വീടൊന്നും ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് വീട്, അങ്ങനെ കുറേ കാര്യങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ സർക്കാരിന്. അപ്പോൾ അതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇനി ഉണ്ടാവണം. അല്ലാതെ ഇത് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അതിനൊരു തുടർച്ച ഉണ്ടാവില്ല. ശരിക്കും എത്രയോ കാലങ്ങളായിട്ട് പെൻഷൻ കിട്ടാതെ ആളുകളുണ്ട്. ഇപ്പോൾ അത് ഒരു പെൻഷൻ അവർക്ക് ദിവസം എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ആളുകൾക്ക്, വയസ്സായ ആളുകൾക്കെല്ലാം അത് വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ലൊരു കാര്യമാണ്. ന്യൂനതകൾ ചിലതുണ്ടാവുമായിരിക്കും. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് അകത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ഭരണം തന്നെയാണ് തുടർന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഭരണം മാറുമായിരിക്കും. കാരണം എനക്കൊന്നും ഇപ്പോൾ 1000 രൂപ കിട്ടുന്നില്ല. ഇപ്പോൾ BPLകാർക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ എടുത്തരാ നമ്മളെക്കാളും കഴിവില്ലവർക്കെല്ലാം ഇപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ APL ആണ് എന്താണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ ആനുകൂല്യം. ഇപ്പോൾ ഇപ്പോൾ കേരളം ദാരിദ്ര്യ വിമുക്തമാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ BPL അതിലൊഴിവാക്കണ്ടേ അല്ലേ. ഈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ആക്കണം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. APL അങ്ങനെയില്ല. APL അല്ലേ നമ്മളെ ഇത് വരണം. അങ്ങനെയല്ല, നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്കൊന്നും ഇപ്പോൾ ഒന്നും ആനുകൂല്യമൊന്നും കാര്യങ്ങളും കിട്ടുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമുക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ സാധാരണ പീടിക കൊണ്ട് നമ്മ കുടുംബം കഴിയുന്നത്. 2 കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കൽ നമുക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. തുടർന്ന് പോവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യവും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് കാണുന്നത്. കാരണം ആ ഒരു വിശ്വാസിയാണ്. കാരണം നമ്മളൊരു വിശ്വാസത്തിൻ്റെ എതിരായിട്ടെല്ലാം നീങ്ങുന്നതാണ്, പക്ഷപാതമായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. നല്ല ഭരണം ഇനി കുറച്ച് നാളുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ഭരണം ഒരു കാഴ്ച വെച്ചാൽ ഒരു പക്ഷേ തുടർഭരണം പോകാൻ സാധ്യതയുണ്ട്. UDF വരും തോന്നുന്നുണ്ടോ? സാഹചര്യം അവർക്കൊരു അനുകൂലം തോന്നുന്നു. തുടരാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇന്ന് നമ്മളെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ രവിയും നമ്മൾ CG രാജനൊക്കെ പറഞ്ഞ പോലെ പല പ്രതികൂല ഘടകങ്ങളാണ് ഇന്നുള്ളത്. ഇപ്പോൾ വീണ ജോർജിൻ്റെ പ്രശ്നം തന്നെ നമുക്കൊക്കെ അറിയാം. വലിയൊരു നാടകം. അവിടുത്തെ അവരുടെ സെക്യൂരിറ്റിയുടെ കറുത്ത വസ്ത്രത്തിനെ കണ്ടിട്ട് KSUക്കാർ 4 KSUക്കാരും 40 പോലീസിൻ്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്കാരും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. അതൊക്കെ വല്ലാത്തൊരു രീതിയിൽ ഒരു ചുരുങ്ങിയ വലിയൊരു പ്രതികൂല ഘടകമായിട്ട് തന്നെ അത് മാറും. ബാക്കിയുള്ള ഇന്നത്തെ എല്ലാ സംഭവങ്ങളും പ്രതികൂലമായിട്ട് തന്നെയാണ് ഉള്ളത്. പിണറായി ഭരണം തുടരുമോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ കിറ്റ് പോലെ ആയിരിക്കും. ഇപ്പോൾ 1000 രൂപ എല്ലാ സ്ത്രീകൾക്കും ഇലക്ഷനെ പ്രമാണിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സ്ത്രീജനങ്ങൾ തീരുമാനിക്കും ഇലക്ഷനിൽ അവർ ജയിക്കണോ ജയിക്കണ്ടയോ എന്ന്. ജയിച്ചാൽ അവരുടെ ഭാഗ്യം, തോറ്റാൽ അവരുടെ നിർഭാഗ്യം. എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കൂല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഭരണം തുടരില്ല. ഇപ്പോഴത്തെ ഈ 2 ദിവസത്തിനുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ CPMനകത്ത് വലിയ ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഈ നവമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയും. CPMമാരായ ആളുകൾ തന്നെ ഈ കഴുത്തൊളുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് CPMനെ കടന്നാക്രമിക്കുന്ന ഒന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഭരണം എങ്ങനെ നിലനിൽക്കേണ്ട ഈ ഭരണം ജനങ്ങൾക്ക് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോൾ വാരിക്കോരി പ്രസ്താവനയുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല. എല്ലാം പിൻവാതിൽ നിയമനം എല്ലാം നടത്തുന്നത്. എല്ലായിടത്തും പിൻവാതിൽ നിയമനം. PSCയിൽ ഇപ്പോൾ 40 വയസ്സ് കൂട്ടി. പക്ഷേ PSC പോസ്റ്റിംഗ് വേണ്ടേ? പോസ്റ്റിംഗ് നടക്കണ്ടേ? ഈ 40 വയസ്സ് കൂട്ടിയിൽ പോസ്റ്റിംഗ് നടക്കണ്ടേ? പോസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നില്ല. എല്ലാ PSC ഉദ്യോഗാർത്ഥികളും 1-ാം റാങ്ക് കിട്ടിയ അവരും ഈ PSCയിലെ ഈ നിയമന ഉത്തരവ് കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണം വന്നാൽ കേരളം, ഈ ഭരണം തുടർന്നാൽ കേരളം ഇല്ല എന്ന് പറയാം. പറയാൻ കഴിയില്ലല്ലേ.
വീണ്ടും വരും എന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം? കാരണം മുമ്പല്ല 5 കൊല്ലത്തിൽ നല്ല ഇതുണ്ടായിനി. ഇപ്പം കുറച്ച് ഇതുണ്ടായിരുന്നു, മാറ്റമൊന്നുമില്ല, കുറച്ചെന്തോ മാറ്റം വന്ന്. പിന്നെ ഈ ശബരിമല സംഭവത്തിൽ കുറച്ച് മാറ്റം വന്നു, വേറെ ഒന്നും പ്രശ്നമില്ല. ജനങ്ങളെല്ലാം ഉപകാരം ഉണ്ടായിനി, പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ചില പഞ്ചായത്തുകാരെല്ലാം കുറേ കളിപ്പിക്കുന്ന ആൾക്കാരെല്ലാം, അത് ഇവർക്ക് മുഖ്യമന്ത്രിക്ക് പ്രശ്നം വരുന്നു. ജി സുധാകരൻ വിഷയത്തിൽ അനുനയ ശ്രമവുമായി CPM. സുധാകരനെ ഫോണിൽ വിളിച്ച എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല എന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറയുന്നു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാട് പാർട്ടി സെക്രട്ടറിയോടും സുധാകരൻ ആവർത്തിച്ചു. വിവരങ്ങൾ നൽകാൻ അജയ് നാഥ് ഒപ്പം ചേരുകയാണ്. അജയ്, എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് അറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരനെ പിണക്കുന്നത് അത്ര നല്ലതല്ല എന്ന്. അതുകൊണ്ട് സമവായ ചർച്ചകൾക്ക് അദ്ദേഹം തയ്യാറാവുകയാണല്ലേ? അത് തന്നെയാണ്. ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ആദ്യഘട്ടം എന്ന നിലയിൽ സമവായത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആർ നാസറിന് മുന്നിലും ഒരു സമവായത്തിന് തയ്യാറാകുവാൻ സുധാകരൻ തയ്യാറായിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലേക്ക് സുധാകരനെ ഫോണിൽ വിളിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 നേതാക്കൾക്കെതിരെ, അതായത് ജില്ലാ സെക്രട്ടറി ആർ നാസർ ഒപ്പം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, ഈ 2 നേതാക്കൾക്കെതിരെയായിരുന്നു പരസ്യമായ രീതിയിലുള്ള സുധാകരന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതികരണത്തിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം, സുധാകരനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയും ഇല്ല എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി. ഇതാണ് സുധാകരനെ ചൊടിപ്പിച്ചതും സ്വാഭാവികമായും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തത്. മാത്രവുമല്ല, ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള വിഷയങ്ങൾ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് സുധാകരനുണ്ട്. പാർട്ടിയുമായി അകന്ന് കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായതിനു ശേഷം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ, ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അത് ആ മെമ്പർഷിപ്പാണ് നിലവിൽ പുതുക്കാതിരിക്കുന്ന സാഹചര്യമുള്ളത്. നിലവിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ ഒരു പരിധി വിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ സുധാകരനെ നടത്തിയിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിൽ, ഫേസ്ബുക്ക് കമന്റുകൾ ഉൾപ്പെടെ വിദ്വേഷ പരാമർശങ്ങളെല്ലാം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ സുധാകരൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല അല്ലെങ്കിൽ പുതുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സുധാകരൻ ഉള്ളത്. സ്വാഭാവികമായും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സ്വതന്ത്രനായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ മത്സരിക്കാനുള്ള സാധ്യതയും ഏറുന്ന ഘട്ടത്തിലാണ് ഒരു അനുനയ നീക്കവുമായി CPM നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പരസ്യമായ ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിലവിൽ സുധാകരനോ കുടുംബമോ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും പ്രതികരിക്കാൻ നിലവിൽ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അജയ്, അദ്ദേഹം ഇന്ന് പ്രതികരിക്കും എന്നുള്ളതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. പക്ഷെ എന്തായാലും അജിയോട് അഭിമുഖം നൽകിയതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഒരു തവണ കൂടി മത്സരിക്കണം. ആ ഒരു ആവശ്യം അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതില്ല എങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കില്ല എന്നുള്ളൊരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹവും സമ്മർദ്ദം കൂട്ടുകയല്ലേ? തീർച്ചയായും കഴിഞ്ഞ തവണ ഈ മാനദണ്ഡ പ്രകാരം മാറ്റി നിർത്തിയതിൽ ഈ സുധാകരന് വിയോജിപ്പുണ്ടായിരുന്നു, മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. സ്വാഭാവികമായും നമുക്ക് നൽകിയ ഇന്റർവ്യൂവിൽ, അത് പ്രത്യേക അഭിമുഖത്തിലും അദ്ദേഹം അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ഇത്തവണ കൂടി മത്സരിക്കും, അതിനുശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കും, പിന്നെ പാർലമെന്റ് രംഗത്ത് ഒരു മത്സരിക്കുവാനോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുവാനോ തയ്യാറല്ല, വിശ്രമത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതായത് പരസ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കണമെന്ന പാർട്ടിയെ അറിയിക്കുകയും പരസ്യമായ പ്രതികരണം എല്ലാം നടത്തുകയെല്ലാം ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുധാകരനെ പരിഗണിക്കാതിരിക്കുന്ന ഒരു കാര്യമുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സുധാകരന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരനെ മത്സരിപ്പിക്കണം എന്നൊരു പരാമർശം ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മാനദണ്ഡ പ്രകാരം മാറ്റി നിർത്തിയ ആളുകളെ പരിഗണിക്കേണ്ടതില്ല, ആ ചർച്ച വേണ്ട എന്ന നിലയിൽ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തത്. സ്വാഭാവികമായും ഇതെല്ലാം സുധാകരനെ സംബന്ധിച്ച് വലിയ പരാതിയായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. പാർട്ടി ഒരു ഘട്ടത്തിൽ, അതായത് സംസ്ഥാന സമിതിയിൽ ഒഴിവായതിനു ശേഷം ജില്ലാ കമ്മിറ്റിയിൽ ഈ പാർട്ടി അംഗമായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു പരിഗണന നൽകിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും സുധാകരനുണ്ട്. സ്വാഭാവികമായും അത് തന്നെയാണ് ഇപ്പോൾ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണ നൽകുമോ അത് പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പാർട്ടിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് അമ്പലപ്പുഴ, H സലാമാണ് അവിടെ നിന്ന് വിജയിച്ചത്. സ്വാഭാവികമായും സുധാകരൻ മത്സരരംഗത്തേക്ക് വന്നാൽ അത് കൂടുതൽ ശരി. അജയ്, എന്തായാലും സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനായി പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അജയ് നാഥ്.
CPM-മായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച PK ശശി പാലക്കാട് നടക്കുന്ന വിപത കൺവെൻഷനിൽ ഇന്ന് പങ്കെടുക്കും. പാലക്കാട് ചന്ദ്രനഗറിലെ പാർവതി കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന കൺവെൻഷൻ PK ശശി ഉദ്ഘാടനം ചെയ്യും. CPM വിമതരെ ഒന്നിപ്പിച്ച് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിൽ പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കാനാണ് ആലോചന. PK ശശിക്കൊപ്പം 5 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 2 മുൻ ഏരിയ സെക്രട്ടറിമാരും പാർട്ടി വിടുമെന്ന സൂചനയുണ്ട്. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. T20 ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് കരുത്തരായ ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ന്യൂസിലാൻഡ് ഫൈനലിൽ എത്തിയതോടെ അഹമ്മദാബാദിലെ കലാശപ്പോരിൽ കിവികളെ ആര് നേരിടുമെന്ന ഉത്തരം ഈ മത്സരത്തിലൂടെ അറിയാം. രാത്രി 7 മണി മുതലാണ് മത്സരം. തുടർച്ചയായ 3ാം തവണയാണ് ഒരു 2020 ലോകകപ്പ് സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ എത്തുന്നത്. 2022-ൽ ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ 2024-ൽ ഇന്ത്യ പകരം വീട്ടി. അതുകൊണ്ട് തന്നെ മുംബൈയിലെ പോരാട്ടം ഇരു ടീമുകൾക്കും നിർണായകമായ ടൈ ബ്രേക്കർ കൂടിയാണ്. സൂപ്പർ 8 ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തം മണ്ണിലിറങ്ങുന്നത്. ഇന്ത്യൻ നിരയിൽ മലയാളി താരം സഞ്ജു സാംസന്റെ മിന്നും ഫോമാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വെറും 50 പന്തിൽ പുറത്താകാതെ 97 റൺസ് നേടിയ സഞ്ജുവിനൊപ്പം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തേകുന്നു. ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയും വരുൺ ചക്രവർത്തിയുടെ സ്പിൻ തന്ത്രങ്ങളും ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടാൻ സജ്ജമാണ്. മറുഭാഗത്ത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന് കീഴിൽ മികച്ച ഫോമിലാണ് ഇംഗ്ലണ്ട് ടീം. സൂപ്പർ 8-ൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ ബ്രൂക്കും ഓൾറൗണ്ട് പ്രകടനവുമായി തിളങ്ങുന്ന വിൽ ജാക്സും ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാണ്. ആദിൽ റഷീദും ജോഫ്ര ആർച്ചറും നയിക്കുന്ന ബൌളിംഗ് നിരയും വാങ്കഡയിലെ ബാറ്റിംഗ് പിച്ചിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം ഇന്ത്യയ്ക്കുണ്ട് എങ്കിലും വലിയ മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ അപ്രതീക്ഷിത പ്രകടനം പ്രവചനാതീതമാണ്. രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന മഹാപോരാട്ടത്തിൽ വിജയിക്കുന്നവർ മാർച്ച് 8-ന് അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ആദ്യ സെമി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിഞ്ഞ ന്യൂസിലാൻഡ് കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ഫിൻ എലന്റെ റെക്കോർഡ് സെഞ്ചുറിയുടെ കരുത്തിൽ 9 വിക്കറ്റിനാണ് കിവികളുടെ വിജയം. ഈ വിജയത്തോടെ ന്യൂസിലാൻഡ് 2ാം തവണയും T20 ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറുടെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് കിവി ബൌളർമാർ കാഴ്ചവെച്ചത്. തുടക്കത്തിൽ തന്നെ പ്രോട്ടീസിനെ ഞെട്ടിക്കാൻ അവർക്കായി. ക്വിന്റൻ ഡീകോക്കിനെയും റിയാൻ റിക്കിൾട്ടണിനെയും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കി കോൾ മക്കോഞ്ചി ദക്ഷിണാഫ്രിക്കയെ പ്രതിരോധത്തിലാക്കി. എയ്ഡൻ മാർക്രമും ഡെവാൾഡ് ബ്രവിസും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും രജിൻ രവീന്ദ്രയുടെ സ്പിൻ കെണിയിൽ വീണു. ഒരു ഘട്ടത്തിൽ 5 വിക്കറ്റിന് 77 റൺസ് എന്ന നിലയിൽ തകർന്ന ദക്ഷിണാഫ്രിക്കയെ മാർക്കോ യാൻസന്റെ ഒറ്റയാൾ പോരാട്ടമാണ് മാന്യമായ സ്കോറിലെത്തിച്ചത്. 30 പന്തിൽ നിന്ന് 55 റൺസുമായി യാൻസൺ പുറത്താകാതെ നിന്നു. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസാണ് പ്രോട്ടീസ് നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡിനായി ഫിൻ എലൻ ചരിത്രം രചിച്ചു. ഈഡൻ ഗാർഡൻസിനെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കിയ ഫിൻ എലൻ വെറും 33 പന്തിൽ നിന്നാണ് സെഞ്ചുറി തികച്ചത്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണിത്. ക്രിസ് ഗെയിലിന്റെ റെക്കോർഡാണ് ഫിൻ എലൻ പഴങ്കഥയാക്കിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ടിം സീഫർട്ടിനൊപ്പം 117 റൺസാണ് അലൻ കൂട്ടിച്ചേർത്തത്. സീഫർട്ട് 58 റൺസ് എടുത്ത് പുറത്തായെങ്കിലും രജിൻ രവീന്ദ്രയെ കൂട്ടുപിടിച്ച് ഫിൻ എലൻ കളി ഫിനിഷ് ചെയ്തു. വെറും 12.5 ഓവറിൽ തന്നെ ന്യൂസിലൻഡ് ലക്ഷ്യം കണ്ടു. പ്രോട്ടീസിന്റെ കരുത്തുറ്റ പേസ് നിരയെ അലൻ നിലംപരിശാക്കി. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയോ ഇംഗ്ലണ്ടോ ആയിരിക്കും ന്യൂസിലൻഡിന്റെ എതിരാളികൾ. തോൽവി അറിയാതെ സെമിയിലെത്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരിക്കൽ കൂടി നോക്കൌട്ട് ശാപം വിനയായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.